ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നു നിങ്ങളുടെ മൊബൈൽ മൈൻക്രാഫ്റ്റിനെ എങ്ങനെയാണ് മൊത്തം പി സിനെ പോലെ ആക്കാം. ഒക്കെ എങ്ങനെ ആക്കുക ഞാൻ ഇന്ന് പറഞ്ഞുതരും. അപ്പോൾ വീഡിയോ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് സെറ്റിങ്സിൽ പോകണം. അപ്പോൾ സെറ്റിങ്സിലെത്തിയിട്ട് ആദ്യം ടച്ച് കൺട്രോൾസ് അല്ല ടച്ച്. ആ ടച്ചിൽ പോയിട്ട് താഴോട്ടാക്കി ഇവിടെ സ്പ്ലിറ്റ് കൺട്രോൾസ് അത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ ഇതാ നമ്മളുടെ ഈ സ്ക്രീനിൻ്റെ നടുക്കിൽ ഒരു പ്ലസ് വരും. അടുത്തത് സെറ്റിങ്സിലാണ്. അപ്പോൾ സെറ്റിങ്സിൽ പോയിട്ട് പിന്നെ വീഡിയോയിൽ പോയിട്ട് താഴോട്ട് ഔട്ട്ലൈൻ സെലക്ഷൻ ഇത് ഓണാക്കണം. അപ്പോൾ ഔട്ട്ലൈൻ സെലക്ഷൻ ഓണാക്കിയതാ ഈ വെള്ള എന്തോ ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ വെള്ളേൻ്റെ പകരം ഇതാ ഇവിടെ ഇങ്ങനെ ഞാൻ എന്തിനാ പൊട്ടിച്ചത് ഇതിങ്ങനെ ബ്ലാക്ക് ഔട്ട്ലൈൻ ഉണ്ടാവും. അപ്പോൾ അടുത്തതിൽ പിന്നെയും പോവുക. അപ്പോൾ അടുത്തത് ഇങ്ങനെ വീഡിയോയിലാണ്. ഇതാ ഇത് പോക്കറ്റ് ഇപ്പോൾ ക്ലാസിക് ആക്കാം. പിന്നെ ഇത് കുറച്ച് -1. അപ്പോൾ ഇത് കുറച്ച് വലുതാവും പി സിനെ പോലെ. ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ഇത് ക്ലാസിക് ആക്കിയപ്പോൾ ഇതാ ഇവിടെ ഇത് കണ്ടു. ഇത് ഇങ്ങനെയായി. നേരത്തെ ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ. അപ്പോൾ മാറ്റമായില്ലേ? കുറച്ചല്ല കൂടുതൽ മാറ്റം. അപ്പോൾ അടുത്തതിൽ പോവാം. ഞാൻ എന്തിനാണ് മിത്ത് പറയുന്നത്? മിത്ത് എന്നല്ലത്. ഓക്കെ, അപ്പോൾ അടുത്തതിൽ പോവാം. പിന്നെ അടുത്തതിൽ ഇതാ എവിടെ പോയി ടച്ചിൽ ഇതാ സ്വാപ്പ്, ജമ്പ് ആൻഡ് സ്നീക്ക്. പിന്നെ ഇത് ഞെക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതാ ഇവിടെ സ്നീക്ക്, ഇവിടെ ജമ്പ്. ഇനി അടുത്തത് ഒരു മോഡ് അത് ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ ആ പാർക്കോർ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ? ആ പാർക്കോറിൻ്റെ ഇതാണ് മോഡേൺ ഫർണിച്ചർ. ഞാൻ കയറ്റിയതായിരുന്നു. ഇതാ ടൈൽസ് സെറ്റിങ്സ് ഓവറി UI പാക്ക്. അപ്പോൾ അടുത്തത് നമ്മൾ ഈ കൺട്രോൾ അല്ല ടച്ചിൽ പോയിട്ട് ഇവിടെ പോയിട്ട് ഇതാ ഷോ ക്യാമറ പെർസെപ്റ്റീവ് ബട്ടൺ അതാക്കിയിട്ട് നമ്മൾ പിന്നെ ബാക്കോട്ട് പോവുക. അപ്പോൾ അതാക്കിയാൽ നമ്മുടെ ഈ മേലെ ഈ സ്ക്രീനിൻ്റെ ചാറ്റൊക്കെ അല്ലേ, അവിടെ ഈ കണ്ണിൻ്റെ ഓപ്ഷൻ വരും. ഇതാ ഇങ്ങനെ ഇത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം. പിന്നെ നിങ്ങൾക്ക് ആ മോഡ് വേണമെങ്കിൽ അത് നിങ്ങൾ കയറ്റിക്കോളൂ. പിന്നെ അതിൻ്റെ പേര് ഞാൻ കാണിച്ചു തന്നില്ല ഇതിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോഴേക്കും ബൈ.